എല്ലാവർക്കും നമസ്കാരം. UTI മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് ഇൻസൈറ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഫണ്ട് മാനേജർ ശ്രീ വി ശ്രീവത്സയുണ്ട്. ഇദ്ദേഹത്തിന് ഇക്വിറ്റി റിസർച്ച് ആൻഡ് ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം അനുഭവ സമ്പത്തുണ്ട്. UTI ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിന്റെ റിസർച്ച് സ്റ്റോക്ക് സെലക്ഷൻ പ്രക്രിയയെക്കുറിച്ച് താങ്കൾ ഒന്ന് വിശദീകരിക്കാമോ? പോർട്ട്ഫോളിയോ നിർമ്മാണത്തിൽ പ്രധാനമായും ഏതൊക്കെ ഘടകങ്ങളാണ് നിർണായകമാകുന്നത്? റിലേറ്റീവ് വാല്യൂ സമീപനം അടിസ്ഥാനമാക്കിയാണ് ഈ ഫണ്ട് നിയന്ത്രിക്കപ്പെടുന്നത്. എല്ലാ തീരുമാനങ്ങളിലും മൂല്യനിർണ്ണയമാണ് പ്രധാന ഘടകം. റിലേറ്റീവ് വാല്യൂവേഷൻ നാം 4 വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് വിലയിരുത്തുന്നത്. ആദ്യം തന്നെ സ്വന്തം ഹിസ്റ്ററിയുമായോ മൊത്തത്തിലുള്ള വിപണിയുമായോ താരതമ്യം ചെയ്യുമ്പോൾ ദീർഘകാല ശരാശരിയേക്കാൾ താഴ്ന്ന വാല്യൂവേഷനുള്ള ശക്തവും സുസ്ഥിരവുമായ ലാർജ് ക്യാപ് കമ്പനികളെയാണ് നമ്മൾ നോക്കുന്നത്. വിവിധ കാരണങ്ങളാൽ മൂല്യം കുറഞ്ഞ പ്രധാന വലിയ കമ്പനികളെ തിരിച്ചറിയാനുള്ള ഞങ്ങളുടെ പ്രധാന തന്ത്രമാണിത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കാലങ്ങളായി സ്ഥിരത പുലർത്തുകയും ചെയ്യുന്ന കമ്പനികളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ മൂല്യനിർണ്ണയത്തിലെ ഇടിവ് താൽക്കാലികമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമതായി, തെറ്റായി വിലയിരുത്തപ്പെട്ട കമ്പനികൾ. ഈ കമ്പനികൾ അവയുടെ സാമ്പത്തിക പ്രകടനം, ഗവേണൻസ്, മാനേജ്മെന്റ് നിലവാരം, ട്രാക്ക് റെക്കോർഡ് എന്നിവയിൽ നല്ല നിലയിലാണ്. എന്നാൽ ചില കാരണങ്ങളാൽ വിപണിയിൽ അവയുടെ മൂല്യനിർണ്ണയം ശരിയായ രീതിയിലല്ല. ഈ കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവരുടെ ബിസിനസ്, മാനേജ്മെന്റ് കഴിവുകൾ ഞങ്ങൾ സമഗ്രമായി പരിശോധിക്കുന്നു. മൂന്നാമതായി, സൈക്ലിക്കൽ സ്റ്റോക്കുകൾ. ഇപ്പോഴത്തെ സൈക്കിൾ അനുകൂലമല്ലാത്തതിനാൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നവ. സൈക്കിൾ അനുകൂലമല്ലാത്ത സമയങ്ങളിൽ ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അവസാനമായി, സ്മോൾ ക്യാപ്പുകളുടെ കാര്യത്തിൽ ന്യായമായ വിലയ്ക്ക് ലഭ്യമാകുന്ന നല്ല വളർച്ചാ സാധ്യതയുള്ള സ്മോൾ ക്യാപ് കമ്പനികളെ ഞങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. നിക്ഷേപകർ അവരുടെ മൊത്തത്തിലുള്ള അസറ്റ് അലോക്കേഷനിൽ UTI ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിനെ എങ്ങനെ ഉൾപ്പെടുത്തണം? അതെ, നിക്ഷേപകർ അവരുടെ പ്രധാന അസറ്റ് അലോക്കേഷന്റെ ഭാഗമായാണ് UTI ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിനെ കാണേണ്ടത്. ലാർജ് ക്യാപ് ഭാഗം പോർട്ട്ഫോളിയോയ്ക്ക് സ്ഥിരത നൽകുന്നു, അതേസമയം മിഡ് ക്യാപ് എക്സ്പോഷറിലൂടെ അതിന് അധിക വളർച്ചാ സാധ്യത ലഭിക്കുന്നു. 5 വർഷമോ അതിൽ കൂടുതലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഈ ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ ശക്തമായ ഒരു കൂട്ടിച്ചേർക്കലായിരിക്കും. ഇത് ഒരു ഫണ്ടിൽ തന്നെ സ്ഥിരതയും വളർച്ചയും വാഗ്ദാനം ചെയ്യുന്നു. നന്ദി ശ്രീ ശ്രീവത്സ. ഞങ്ങളോടൊപ്പം തുടർന്ന് ഏവർക്കും നന്ദി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.